1972 ഇന്ത്യയിൽ മനോഹരമായ ഒരു നിയമമുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ കാലയളവിലാണ് പശ്ചിമഘട്ട വികസന പരിപാടി രാജ്യത്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പരിപാടി എടുക്കുന്നത്. ഇതൊക്കെ എടുക്കുന്നതിനൊരു പശ്ചാത്തലമുണ്ട്, വെറുതെ അങ്ങ് എടുത്തതല്ല. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ചേർന്നിട്ടുള്ള പരിസ്ഥിതിയും മനുഷ്യനെയും സംബന്ധിക്കുന്ന എൻവയോൺമെൻറ്റ് ആൻഡ് ഹ്യൂമൻ എന്നുള്ള കൺസെപ്റ്റിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായി സുസ്ഥിര വികസന സങ്കല്പം നടക്കുന്നത്. ആ സുസ്ഥിര വികസന കാഴ്ചപ്പാടിൽ നടന്ന സമ്മേളനത്തിൽ ഇന്ദിരാഗാന്ധി രാജ്യ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ പൂർണ്ണ സമയം പങ്കെടുത്തിരുന്നു. അങ്ങനെ പങ്കെടുത്ത് അവിടെ 2-3 ദിവസമായി നടന്ന എല്ലാ സെക്ഷനുകളിലും പങ്കെടുക്കുകയും വലിയ ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് സുസ്ഥിര വികസനത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ ചിന്തിക്കണമെന്ന് പറയുകയും വൈൽഡ് ലൈഫിൻ്റെ ആക്ട് വരികയും വാട്ടർ പൊല്യൂഷൻ്റെ ആക്ട് വരികയും ഒരുപാട് നിയമങ്ങൾ ഇന്ത്യയിലുണ്ടായി. പശ്ചിമഘട്ട വികസന സെല്ലിൻ്റെ പരിപാടികൾ ആരംഭിച്ചു. പശ്ചിമഘട്ടം സംരക്ഷിക്കേണ്ടതിന് ആവശ്യകതയെക്കുറിച്ച് കമ്മിറ്റി വെച്ചു. നമ്മുടെ MS സ്വാമിനാഥൻ എന്നെ വെച്ചുകൊണ്ട് കമ്മിറ്റി വെച്ചു. അതുപോലെ തന്നെ പിന്നെ ഡോക്ടർ എം ജി കെ മേനോൻ്റെ കമ്മിറ്റി വെച്ചു. ഒരുപാട് കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ചെയ്തു. അതിലേറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു കാര്യമായിരുന്നു 1972 വന്യജീവി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. അതനുസരിച്ച് ഒരുപാട് സ്ഥലങ്ങൾ സാങ്ച്വറി ആയിട്ട് ദേശീയോദ്യാനങ്ങളായിട്ട് പ്രഖ്യാപിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ സൈലൻറ്റ് വാലിയൊക്കെ അതിലേക്ക് കയറിപ്പോയത്. വന്യജീവി വേട്ട ഒഴിവാക്കുക, ആനക്കച്ചവടം, ദന്തവ്യാപാരം, പുലി വ്യാപാരം എന്നിവയൊക്കെയുള്ള വിലക്ക്, അങ്ങനെ വലിയ ഓർഡറിലൂടെയാണത് വന്നത്. അതിൽ വെള്ളം ചേർക്കാനുള്ള ഒരു ശ്രമം കേരള സർക്കാർ കാണിക്കുന്നു എന്നുള്ളതാണ് പുതിയ പരിസ്ഥിതിവാദികളും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പൊതുജനങ്ങളുടെയും ഒരാശങ്കയായി വന്നിട്ടുള്ളത്. ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരു നിയമം വളരെ ഗുരുതരമായ ഒരു ബില്ല് കൊണ്ടുവരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. 2012 കേരള ക്യാപ്റ്റീവ് ഇലവൻസ് മാനേജ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് റൂളിൽ സ്വകാര്യ ആനകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 2012 ഒരു നിയമം വന്നു. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓർഡറുകൾ കാലാകാലങ്ങളിൽ വരുന്നുണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ റൂൾസ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള സംരക്ഷിത പ്രദേശങ്ങൾ, അതായത് സൈലൻറ്റ് സ്ഥലങ്ങളിൽ, നിശബ്ദമായ സ്ഥലങ്ങളിൽ സംരക്ഷിത പ്രദേശങ്ങളെന്ന് പറയാം. പെരിയാർ ടൈഗർ, സൈലൻറ്റ് വാലി റിസർവ്, അതുപോലെ തന്നെ വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്നീ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനാനുമതി ഒക്കെ നിഷേധിക്കുക. അങ്ങനെ വളരെ നല്ല നിലയിൽ വന്നപ്പോഴാണ് 2024-25 കേരള സർക്കാർ പുതിയൊരു ചിന്ത, കേരള വന്യജീവി സംരക്ഷണത്തിലെ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നു. വന്യജീവി കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ ശിക്ഷ, വന്യജീവി ഹാബിറ്റാറ്റ് സംരക്ഷണത്തിന് അധിക നിയമങ്ങൾ, മാനുഷിക വന്യജീവി സംഘർഷം കുറയ്ക്കാൻ പ്രത്യേക ഉത്തരവുകൾ. ഇതിലൊരു രസകരമായ കാര്യം, ഈ ബില്ലിനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണുള്ളത്. ചീഫ് വൈൽഡ് വാർഡന്, അതായത് ഓഫീസർക്ക് ഏത് മൃഗത്തെയും പെട്ടെന്ന് അത് ആക്രമണകാരിയാണെന്ന് മനസ്സിലാക്കിയാൽ ഓൺ ദ സ്പോട്ട് കൊല്ലാനുള്ള ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ആണെങ്കിൽ ഒരു അഡ്വൈസറി ബോർഡിൻ്റെ ഇതെടുക്കണം, നിയമോപദേശം എടുക്കണം, അല്ലെങ്കിൽ അഡ്വൈസറി ബോർഡിൻ്റെ ഉപദേശം എടുക്കണം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നേരിട്ട് തന്നെ കൊല്ലാം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഗുരുതരമായ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അതിവേഗ നടപടി സ്വീകരിക്കാൻ CWW എന്ന് പറയുന്ന ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് പെട്ടെന്ന് തന്നെ നടപടിയെടുത്ത് തീരുമാനം നടപ്പിലാക്കാം. അപ്പോൾ അദ്ദേഹം ഒരു നല്ല ഓഫീസർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം പിഴച്ചാൽ ഒരുപാട് ജീവികൾ ഇവിടെ മരിക്കാൻ സാധ്യതയുണ്ട്, കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അദ്ദേഹം സ്വാധീനിക്കപ്പെട്ടാൽ ഇപ്പോൾ ദന്തവ്യാപാരത്തിൻ്റെ കാര്യമുണ്ട്, പുലിപ്പല്ലിൻ്റെ കാര്യമുണ്ട്, പുലിനഖത്തിൻ്റെ കാര്യമുണ്ട്, പുലിപ്പാലിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, കാട്ടുപന്നിയുടെ കാര്യങ്ങളുണ്ട്, കാട്ടുപന്നി ഇറച്ചി കഴിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു സ്വാധീനിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് CWW ആയാൽ, ചീഫ് വൈൽഡ് ലൈഫിൻ്റെ വാർഡനായാൽ സ്വാഭാവികമായിട്ടും വന്യമൃഗങ്ങൾക്കത് വലിയ ദോഷമുണ്ടാക്കും. അതുപോലെ ഷൂട്ട് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന അധികാരം. ഷൂട്ട് ഫസ്റ്റ് എന്നുള്ളത് വളരെ ഗുരുതരമായി ദുർവ്യാഖ്യാനം ചെയ്യുവാനും അത് മോശമായി നടപ്പിലാക്കാനും സാധ്യതയുള്ള ഒരു നിയമമാണ്. അതുപോലെ തന്നെ ഷെഡ്യൂൾ 1 മുതൽ 5 വരെയുള്ള രീതിയിൽ മൃഗങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ കുറേ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കുറേ ഇതിനെ വെർമിൻ എന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്ന, ഇപ്പോൾ കാക്ക, എലി, ഇതൊക്കെ കൃഷിക്കൊക്കെ ശല്യം ചെയ്യുന്നതാണ്. അങ്ങനെ വെർമിൻ ജീവികളായിട്ടും കുറേ എണ്ണത്തിന് പറഞ്ഞു. ഇത് കേന്ദ്ര നിയമത്തിലാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 1 മുതൽ ഷെഡ്യൂൾ 6 വരെ മൃഗങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ പല ഷെഡ്യൂളിലുള്ളതിനെയും
മറ്റ് ഷെഡ്യൂളുകളിലേക്ക് മാറ്റാനൊരു ശ്രമം നടത്തുന്നു. ഉദാഹരണം പറഞ്ഞാൽ കാട്ടുകുരങ്ങന്മാരുടെ ഷെഡ്യൂൾ 1 നിന്ന് ഷെഡ്യൂൾ 2 മാറ്റുകയാണ്. ഷെഡ്യൂൾ 1 നിന്നുള്ള ഗുണമെന്ന് വെച്ചാൽ കർശനമായ സംരക്ഷണം കിട്ടും. ആന, പുലി എന്നൊക്കെ പറയും, സിംഹം എന്നൊക്കെ പറയും പോലെ അത് 2 മാറ്റാനുള്ള ശ്രമമുണ്ട്. അതുപോലെ തന്നെ ബർത്ത് കൺട്രോൾ, ജനന നിയന്ത്രണം കൊണ്ടുവരാനുള്ള ബില്ലും വരെയാണ്. അതിൻ്റെ ഒരു അവകാശവും കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിയമാനുസൃതമായി ഇത് നിലനിൽക്കാൻ കഴിയുന്ന ഒരു ബില്ലല്ല. പക്ഷേ കാരണം കേന്ദ്ര ആക്റ്റിൽ സെക്ഷൻ 60 ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇത് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിൽക്കാൻ സാധ്യതയില്ല. ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക്, ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്കൊക്കെ അയക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് നിൽക്കാൻ സാധ്യതയില്ല. എന്നാലും വന്യജീവികളെ ഷെഡ്യൂൾ ഞാൻ പറഞ്ഞല്ലോ 1 മുതൽ 6 വരെ തിരിച്ചിട്ടുണ്ട്. അതിൽ 1, 2 ഷെഡ്യൂൾ 1, 2 ഏറ്റവും ശക്തമായ സംരക്ഷണം ആവശ്യമുള്ളത്. അത് പിന്നെ 2 സംരക്ഷണത്തിൽ ഉണ്ടെങ്കിലും കുറച്ച് സംരക്ഷണം മതി. 3, 4, 5 വെർമിൻ, ഞാൻ പറഞ്ഞ പോലെ മനുഷ്യന് ദോഷമുണ്ടാക്കുന്ന എലി, കാക്ക തുടങ്ങിയവ കൊല്ലാനുള്ള അനുമതിയാണ്. അപ്പോൾ ഇതെല്ലാം 1, 2, 5 കേന്ദ്ര സർക്കാർ മാത്രം ചെയ്യാം. സംസ്ഥാനത്തിന് അധികാരമില്ല ഇപ്പോൾ. പക്ഷേ അത് പ്രോബ്ലം പ്രഖ്യാപിക്കാനുള്ള അധികാരം കേരള സർക്കാർ ചീഫ് വൈൽഡ് വാർഡന് കൊടുക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വെർമിൻ പ്രഖ്യാപനാധികാരം ഞാൻ വരുന്നു. നമ്മൾ ഇതൊരു അല്പം സമയം എടുക്കുന്നുണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കുക. മുമ്പ് കേന്ദ്ര സർക്കാരിന് മാത്രമുണ്ടായിരുന്നൊരു അധികാരം കേരള സർക്കാർ 6 മാസം വരെ വെർമിനായി പ്രഖ്യാപിക്കാം. സെക്ഷൻ 2 മൃഗങ്ങളെ സെക്ഷൻ 1 നിന്ന് കുറേ ജീവികളെ സെക്ഷൻ 2 കൊണ്ടുപോകുന്നു. എന്നിട്ട് 6 മാസം വരെ അതിനെ വെർമിനായി പ്രഖ്യാപിക്കാം. വെർമിനായി പ്രഖ്യാപിച്ചാൽ അതിനെ കൊല്ലാം. ഇതൊരു വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ബോണറ്റ് മാങ്ക് എന്നൊക്കെ പറയുന്ന ഷെഡ്യൂളിൽ വരുന്ന ബോണറ്റ് മാങ്ക് എന്നൊക്കെ പറയുന്ന കാട്ടുകുരങ്ങ്, ഒരുതരം കാട്ടുകുരങ്ങിനെയൊക്കെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പിടിച്ച് കൊല്ലാൻ പറ്റും. അപ്പോൾ ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ച് നിയമത്തിൽ വളരെ വ്യക്തതയില്ല. ബർത്ത് കൺട്രോൾ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചും വലിയ പ്രശ്നമാണുള്ളത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിൽ മാത്രം നിക്ഷിപ്തമായിരുന്ന ബില്ല് സംസ്ഥാന സർക്കാരിലേക്കും ചില അധികാരങ്ങൾ കൊടുക്കുന്നു. 6 മാസം കൊണ്ട് വെർമിനാക്കാനുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രോബ്ലമായിട്ടുള്ള അനിമൽസിനെ കൊല്ലുന്നത് വ്യക്തിഗത മാത്രമായിരുന്നത് ആക്രമണകാരിയായ ഏത് മൃഗത്തെയും കൊല്ലാം എന്നുള്ളത് വരുന്നു. അതുപോലെ ഷെഡ്യൂൾ 1 പൂർണ്ണമായ സംരക്ഷണം ഉള്ളതായിരുന്നെങ്കിൽ അത് ഷെഡ്യൂൾ 2 മാറ്റുന്നു. ജനസംഖ്യ നിയന്ത്രണം, അങ്ങനെ പല കാര്യങ്ങളാണ് ഈ നമ്മുടെ ബില്ലിൽ കൊണ്ടുവരുന്നത്. ഈ ബില്ലിനെ ശക്തമായിട്ടാണ് നമ്മുടെ ആളുകൾ എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ സെക്ഷൻ 11 1972 ആക്റ്റിൽ സെക്ഷൻ 11 അനുസരിച്ച് ചീഫ് വൈൽഡ് വാർഡന് മാത്രമേ അധികാരമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വ്യക്തിഗതമായ ഒരു മൃഗം എന്ന് പ്രഖ്യാപിച്ച് കൊല്ലാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അതെല്ലാം കൂടി കൊടുത്ത് ഇപ്പോൾ വളരെ വലിയ തോതിലാണ് ചർച്ച കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബില്ലനുസരിച്ച് നമുക്ക് സംസ്ഥാന സർക്കാരിന് 6 മാസം വരെ ഷെഡ്യൂൾ 2 മൃഗങ്ങളെ വെർമിനായി പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ ഒരു പ്രശ്നമാണ് കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിൽ വന്യജീവി സംരക്ഷണമെന്ന് പറയുന്നത് വന്യജീവികളെ കൊന്നുകൊണ്ടല്ല. അത് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഈ നാടാരാണ് തീരുമാനിച്ചത്? കാടാരാണ് തീരുമാനിച്ചത്? അതിൻ്റെ അതിർത്തി എവിടെയാണ്? ആരാണ് അതിർത്തി ലംഘിക്കുന്നത്? വളരെ കൃത്യമായൊരു ചോദ്യമാണ്. ആരാണ് അതിർത്തി ലംഘിക്കുന്നത്? ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും പുതിയ മാറ്റകാലത്ത് ധാരാളം വന്യമൃഗങ്ങൾ അതിർത്തി കടന്ന് നാട്ടിലേക്ക് വരും. അവ ആറ്റിൽ വന്ന് വെള്ളം കുടിച്ച് കയറിപ്പോകുന്ന ആനകളുണ്ട്, നാട്ടിലേക്ക് വരുന്നവരുണ്ട്. അതേസമയം ഒറ്റതിരിഞ്ഞു വന്ന് ഒരുപാട് പേരെ ആക്രമിക്കുന്ന വിഷയങ്ങളുമുണ്ട്. മനുഷ്യപക്ഷത്തു നിന്ന് ചിന്തിച്ചാൽ എല്ലാത്തിനെയും കൊന്നൊടുക്കാം. പക്ഷേ പ്രകൃതി പക്ഷത്തു നിന്ന് ചിന്തിച്ചാൽ, ഭാവിയെക്കുറിച്ച് ചിന്തിച്ചാൽ, സുസ്ഥിര വികസനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ജൈവ വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ, ജൈവ ആവാസ വ്യവസ്ഥ ഉണ്ടെങ്കിലേ ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ കഴിയുമെന്നുള്ള അടിസ്ഥാന തത്വം പഠിച്ചാൽ, ഉദാഹരണം പുല്ല് മുതൽ പൂനാര വരെ, ഉറുമ്പ് മുതൽ വലിയ ജീവികൾ വരെ, മൈക്രോ ബാക്ടീരിയ മുതൽ പൂമ്പാറ്റ മുതൽ തേനീച്ച മുതൽ എല്ലാം ഉള്ളൊരു ജൈവ ആവാസ വ്യവസ്ഥ ഉണ്ടെങ്കിലേ മനുഷ്യർക്ക് നിലനിൽക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിയുമ്പോൾ വന്യജീവി സംരക്ഷണം എന്ന് പറയുന്നത് ഒരു ബാധ്യതയല്ല, അതൊരു കടമയാണ്, ഉത്തരവാദിത്തമാണ്. എങ്ങനെയാണ് വന്യജീവികളെയും കൂടി സൗഹൃദമായി കൊണ്ടുപോയിക്കൊണ്ട് വന്യജീവികൾ വനത്തിൽ താമസിക്കട്ടെ, അവരുടെ ഇടത്ത് കയറി നമ്മൾ ബഹളമുണ്ടാക്കണ്ട, നമ്മളിടത്തേക്ക് അവർ വരാതിരിക്കുവാനുള്ള മറ്റ് മാർഗങ്ങൾ എന്ത് എന്നുള്ളത് ആലോചിക്കുക. ഒറ്റപ്പെട്ട ഏതെങ്കിലും വന്നാൽ അത് എങ്ങനെ മനുഷ്യന് ശല്യമുണ്ടാക്കാത്ത രീതിയിൽ എങ്ങനെ മനുഷ്യരെ രക്ഷിക്കാം
തിരിച്ചതിനെ കാട്ടിലേക്ക് വിടാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കണം. അതിന് പകരം ഏകപക്ഷീയമായ നിയമമുണ്ടാക്കിയാൽ ചത്തൊടുങ്ങുന്നത് വൻ മൃഗങ്ങൾ മാത്രമല്ല, ജീവികൾ മാത്രമല്ല, ആത്യന്തികമായി മനുഷ്യജന്മങ്ങൾ തന്നെയാണ്.